സീറ്റ് റിപ്പബ്ലിക്കാണ് ഇത് കേട്ടോ. 19 സീറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7 സീറ്റിൽ നിന്നാണ് 19 സീറ്റിലേക്ക് മഹാരാഷ്ട്ര എത്തിയിരിക്കുന്നത്. 8 സീറ്റിൽ നിന്നാണ് 19 സീറ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ NDA 29 സീറ്റിലും 19 സീറ്റിലേക്ക് ഇന്ത്യ ബ്ലോക്ക് മഹാവികാസ് അഘാടി 20+ കിട്ടുമെന്നാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അല്ല, UP-യിൽ നമ്മൾ പറഞ്ഞത് എന്താ പറയുക, UP-യിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി തരംഗമുണ്ട്. അവിടെ 75 എന്നുള്ളത് 64 എന്നുള്ളത് താഴേക്ക് അവിടെ ഒരു തരംഗമില്ലാന്നാണ് അർത്ഥം. 50 സീറ്റുകൾ വരെ 10 സീറ്റുകൾ 12 സീറ്റുകൾ നഷ്ടപ്പെട്ട 50 സീറ്റുകൾ കുറച്ചുകൂടെ ക്രെഡിബിൾ ആയിട്ടുള്ള UP-യുടെ കാര്യത്തിനകത്ത് കുറച്ചുകൂടെ ക്രെഡിബിൾ ആയിട്ടുള്ള ഇനി വരാൻ രാജസ്ഥാനിലെ രണ്ട് സർവേകൾ വന്നിരിക്കുന്നു. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ്. NDA 20, ഇന്ത്യ 4. രാജസ്ഥാനിലെ 4 മുതൽ 7 വരെ, അതിനപ്പുറം പ്രതീക്ഷയൊന്നും വേണ്ട. രാജസ്ഥാനിലെ ജൻ കി ബാത്തിലും വന്നിരിക്കുന്നത് BJP 21 തൊട്ട് 23 വരെ, ഇന്ത്യ 2 തൊട്ട് 4 വരെ. 4 സീറ്റുകൾ രാജസ്ഥാനിൽ കിട്ടി. നോക്കൂ, ഈ കണക്കുകൾ ഒന്നുകൂടി നമ്മൾ റിവാമ്പ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവും. മഹാരാഷ്ട്രയിൽ 10, ഹരിയാനയിൽ 10, ബീഹാറിൽ 10, രാജസ്ഥാനിൽ 4. ഈ 3 കണക്കുകളാണ് വന്നിരിക്കുന്നത്. ഈ 3 കണക്കുകൾ പ്രകാരം 24 സീറ്റുകൾ NDAക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവർ ഗെയിൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒഡീഷയിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഗെയിൻ ഉണ്ടാക്കുകയും കർണാടകയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തുകയും തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഒരു 4 സീറ്റുകൾ കൂടി അവർ ഓപ്പൺ ചെയ്യുകയും ചെയ്താൽ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ നഷ്ടം അവർ നികത്തും. കഴിഞ്ഞ തവണത്തെ ടാലിയിലേക്ക് 300+ എന്ന ടാലിയിലേക്ക് BJPയും 350 എന്ന ടാർഗറ്റിലേക്ക് NDAയും പോകുമെന്നതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എക്സാക്ട്ലി പ്രശാന്ത് കിഷോറിന്റെ ടാർഗറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് ഗെയിൻ കിട്ടും. NDA പോകണമെങ്കിൽ ഇപ്പൊ JDUവിന് വലിയ നഷ്ടമുണ്ടായി, ബീഹാറിൽ ശിവസേനയ്ക്ക് വലിയ നഷ്ടമുണ്ടായി, TDPക്ക് ലാഭം ഉണ്ടായി. സഖ്യകക്ഷികൾക്കുണ്ടാകുന്ന നഷ്ടം അത് ഏതൊക്കെ അവിടെ TDP എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ YSRCPക്കെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസിയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ TDPക്ക് അനുകൂലമായിട്ടുള്ള BJPക്ക് അനുകൂലമായിട്ടുള്ള ജനസേനക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തല്ല ഇത്. അത് ആന്ധ്രാപ്രദേശിൽ പ്രതീക്ഷിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഒഡീഷയിൽ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒഡീഷയിൽ ബിജു ജനതാദളിനെ മറികടക്കാനും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെ മറികടക്കാനും തെലങ്കാനയിലെ കോൺഗ്രസിനെ മറികടക്കാനും BJPക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വലിയ നേട്ടം. ആന്ധ്രാപ്രദേശിൽ YSRനെ തെലുങ്ക് ദേശത്തിന് മറികടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടു. ഒന്നും പ്രതീക്ഷിക്കേണ്ട. 350 ആണ് NDA, 350. ഇതാണ് ലോജിക് ഈസ് വെരി ക്ലിയർ ആൻഡ് ട്രെൻഡ് ഈസ് വെരി ക്ലിയർ. നിലവിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഉത്തരേന്ത്യയിൽ ചെറിയൊരു ഇടിവുണ്ടാവും. ഛത്തീസ്ഗഡില് ഇടിവുണ്ടാവുന്നുണ്ടെങ്കിലും ഛത്തീസ്ഗഡില് ഇന്ത്യ TV CNXന്റെ സർവേ പ്രകാരം 10 മുതൽ 11 സീറ്റുകൾ വരെ BJPക്ക് കിട്ടാം. 0 മുതൽ 1 സീറ്റ് വരെ. ഛത്തീസ്ഗഡ് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനമല്ല. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അവിടെ കുറച്ചുകൂടി ഒരു ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ 3 മുതൽ 5 സീറ്റുകൾ വരെ കേരളത്തിൽ LDFന് കിട്ടുമെന്നാണ് പറഞ്ഞത്. 0 മുതൽ 1 വരെ. ഇത് ആദ്യമായിട്ടാണ് ഒരു എക്സിറ്റ് പോൾ ഫലം 0ത്തിലേക്ക് BJP എത്തിക്കുന്നത്. 0 മുതൽ 1 വരെ കിട്ടിയേക്കാമെന്നാണ്. ജൻ കി ബാത്ത് കേരള സർവേ അനുസരിച്ച് 14 മുതൽ 17 വരെ സീറ്റുകൾ UDFന് ലഭിക്കുമെന്നും LDFന് 3 മുതൽ 5 വരെ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നും NDAക്ക് 0 മുതൽ 1 സീറ്റ് വരെ കിട്ടിയേക്കാമെന്നുമാണ് സർവേ ഫലം പറയുന്നത്. ഛത്തീസ്ഗഡിൽ 9 ഓൾറെഡി 2 സീറ്റ് ഓൾറെഡി കോൺഗ്രസിനുണ്ട്. അതിൽ നിന്നൊന്ന് കുറയുമെന്നാണ് പറയുന്നത്. കാരണം 9 എന്നുള്ളത് 10ലേക്ക് പോകും BJP. കണക്കുകൾ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന ദേശീയ കണക്കുകൾ 5 എണ്ണമാണ്. 5 എണ്ണത്തിലും റിപ്പബ്ലിക് ടിവിയുടെ 2 സർവേകൾ, ഒപ്പം ഇന്ത്യ ന്യൂസിന്റെ ഒരു സർവേ, ഈ സർവേകളെല്ലാം ന്യൂസ് എക്സിന്റെ സർവേ, ഈ 5 സർവേകൾ മോദിക്ക് ഏകപക്ഷീയമായ വിജയം പ്രവചിക്കുന്നു. 5 ദേശീയ ഏജൻസികളും 380+ എന്ന നമ്പറിലേക്ക് പോകുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കും നരേന്ദ്രമോദി. NDA ഈ ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തെ അതേ ടാർഗറ്റിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ അല്പം തളർച്ചയുണ്ടാകുമെങ്കിലും ആ നഷ്ടം കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമായി BJP നികത്തുമെന്നതാണ് ഇപ്പോൾ വരുന്ന സർവേ ഫലങ്ങൾ പറയുന്നത്. ജാർഖണ്ഡ് പറയുന്നത് 8 തുടങ്ങി 10 വരെ സീറ്റാണ്. 4 തുടങ്ങി 6 സീറ്റും. ന്യൂസ് സ്റ്റേഷനും ജൻ കി ബാത്തും വന്നിട്ടുണ്ട്. NDA 69, ഇന്ത്യ 11, BSP 0. പക്ഷേ വായിച്ചോളൂ. BJP 2. എവിടെ? കേരളത്തിലോ?
ന്യൂസ് എക്സ് കേരള കൊടുത്തിരിക്കുന്ന ഓർഡറാണ്. രണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 11, LDF 4, UDF 3. അതെന്താ UDF 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പ്ലസ് ലീഗ്. കേരള കോൺഗ്രസ് പ്ലസ് ലീഗ് അതെങ്ങനെയാ? UDF അല്ലേ? UDF മറ്റേ UDF-ലെ മറ്റ് പാർട്ടികൾ അപ്പൊ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, തോമസ് ചാഴികാടൻ നോക്കും എന്നാണ്. നിലവിൽ LDF-ന്റെ അവസ്ഥ വളരെ മോശമാണെന്ന് എല്ലാ ഏജൻസികളും പറയുന്നത്, എക്സെപ്റ്റ് 2 ഏജൻസികൾ. ആ 2 ഏജൻസി പരമാവധി പ്രൊഡിക്ട് ചെയ്യുന്നത് 4. ന്യൂസ് നേഷൻ പറയുന്നത് BJP ഡൽഹി 7 ആണ് കേട്ടോ. ഈ ന്യൂസ് നേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ആൻഡോ. അതായത് NDA 69, ഇന്ത്യ 11 എന്നുള്ളതാണ്. നോക്കൂ, വലിയ നിലയിൽ NDAക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷവും എന്നുള്ളതാണ് ന്യൂസ് നേഷന്റെ UP പ്രവചനം. BSP 0 BSP 0 തന്നെയാണ്, ഒരു സംശയമില്ല. ഡൽഹി ഫലം നോക്കൂ, 7 BJP കൊണ്ടുപോകും. 7 BJP. അതിനകത്ത് 3 സീറ്റുകൾ വരെ കിട്ടിയേക്കാം ആം ആദ്മിക്കും കോൺഗ്രസിനും എന്നുള്ളതാണ് അവിടെയുള്ള ആകെയുള്ള പ്രതീക്ഷ. കെജ്രിവാളിന്റെ ഗ്യാരണ്ടി ഏറ്റില്ല. കെജ്രിവാൾ ഡ്രാമ, കെജ്രിവാള് ജയിലിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഡൽഹിയിൽ സീറ്റ് വർദ്ധിപ്പിക്കാനോ നാഷണൽ ആംബിയൻസ് അല്ല, പഞ്ചാബിലും ഹരിയാനയിലും അതറിയാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നോക്കൂ, റിസൾട്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിലെ സൂചനകൾ പ്രകാരം 5 ഏജൻസികൾ റിസൾട്ട് ഇപ്പോൾ പുറത്തുവിടുമ്പോൾ, ദേശീയ റിസൾട്ട് പുറത്തുവിടുമ്പോൾ 5 ഏജൻസികളും നരേന്ദ്രമോദിയുടെ ഏകപക്ഷീയമായ വിജയമാണ് എക്സിറ്റ് പോളിൽ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. 5 ഏജൻസികളും 380+. അതിൽ 2 റിപ്പബ്ലിക് TV ആണ് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഒരെണ്ണം ഇന്ത്യ TV ആണ്, ഒരെണ്ണം ന്യൂസ് എക്സ് ആണ്. ഈ ഏജൻസികളുടെ ഫലസൂചന പുറത്തേക്ക് വരുമ്പോൾ 5 സർവേകളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി തരംഗം. ഒരു ഏജൻസി പോലും ഇന്ത്യ മുന്നണി 280 അടുക്കുമെന്ന് പ്രവചിക്കുന്നതേയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3 അക്കം കടക്കുമെന്ന് ഒരു ഏജൻസിയും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലേക്ക് വന്നാൽ 2 മുതൽ 3 വരെ സീറ്റുകളിലേക്ക് ഒരുപക്ഷെ BJP താമര വിരിയിച്ചേക്കാം എന്ന കണക്കുകൾ വരുന്നു. തമിഴ്നാട്ടിൽ പരമാവധി 4 സീറ്റുകൾ വരെ NDA ലഭിച്ചേക്കാം. കർണാടകയിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തിയേക്കാം. വെസ്റ്റ് ബംഗാളിൽ BJP അട്ടിമറിക്കും തൃണമൂൽ കോൺഗ്രസിനെ എന്ന കണക്കുകൾ. ഒഡീഷയിലും നവീൻ പട്നായിക്കിനെ കടപുഴക്കേറിയും NDA എന്ന കണക്കുകൾ വരുന്നു. കണക്കുകൾ നമ്മളോട് പറയുന്നത് പ്രകാരം ഒരൊറ്റ ഡയറക്ഷൻ, ഒരൊറ്റ പൂക്കാലം, ആ പൂക്കാലം മോദിയുടെ പൂക്കാലം. ഛത്തീസ്ഗഡില് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് ഏകപക്ഷീയമായ വിജയമാണ് കേട്ടോ BJPക്ക്. ഛത്തീസ്ഗഡിലാണ് മാറ്റമില്ല. ഛത്തീസ്ഗഡില് കഴിഞ്ഞ തവണത്തെ തന്നെയാണ്. ഒരു എന്താ പറയാ, കോൺഗ്രസിന്റെയോ ഇന്ത്യ ബ്ലോക്കിന്റെയോ പ്രതീക്ഷാ പ്രകടനത്തിൽ ഛത്തീസ്ഗഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണണം. മധ്യപ്രദേശിലേത് വരുന്നു. BJP 28 മുതൽ 29 വരെ, ഇന്ത്യ 1 മുതൽ 0 വരെ. നേരത്തെയുള്ള സീറ്റ് വേണമെങ്കിൽ നിലനിർത്തിയേക്കാം എന്നതാണ് ജൻ കി ബാത്തിന്റെ. ഒഡീഷയിൽ പറയുന്നത് BJP 15 മുതൽ 17 സീറ്റുകൾ വരെ, BJD 4 മുതൽ 6 സീറ്റുകൾ വരെ നേടിയേക്കാം. ഇന്ത്യ ബ്ലോക്കിന് 0 മുതൽ 1 സീറ്റ് വരെ. അവിടെ കോൺഗ്രസ് ഏതെങ്കിലും ഒരു സീറ്റിൽ ജയിക്കുകയാണ് എങ്കിൽ അത് സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടായിരിക്കും. കോൺഗ്രസ് അവിടെ അമ്പയെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒഡീഷയിൽ ഇന്ത്യ ടുഡേയുടെ ഛത്തീസ്ഗഡും ജാർഖണ്ഡും വന്നിരിക്കുന്നു. അല്ല, അത് വന്നതിനകത്ത് ജാർഖണ്ഡിൽ 4 സീറ്റ് വരെ കിട്ടാം. 4 മുതൽ 6 വരെ സീറ്റുകൾ മെച്ചപ്പെടും. വളരെ മെച്ചപ്പെടും. ജാർഖണ്ഡിൽ നമ്മൾ പ്രതീക്ഷിച്ചൊന്നും മെച്ചപ്പെടും. പക്ഷേ ഇപ്പൊ നോക്കൂ, 152 സീറ്റുകളാണല്ലോ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. 152 സീറ്റുകൾ പറയുമ്പോൾ 94ലേക്ക് NDAയും 72ലേക്ക് ഇന്ത്യ. തെക്കേ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകും. 4 സംസ്ഥാനങ്ങൾ വന്നു. ബീഹാർ വന്നു, 3 സംസ്ഥാനങ്ങൾ വന്നു. ബീഹാർ വന്നു, ഛത്തീസ്ഗഡ് വന്നു, ജാർഖണ്ഡ് വന്നു. ജാർഖണ്ഡിലും ഇന്ത്യ മുന്നണിക്ക് അല്പനേട്ടം ഉണ്ടാവും. 22 സീറ്റുകളുടെ വ്യത്യാസമായി ഇപ്പൊ നിൽക്കുന്നത് 72 and 94. അതായത് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ഡൽഹിയിൽ പ്രതിഫലിച്ചില്ല. അതെ, ഹേമന്ത് സോറിന്റെ ഹേമന്ത് സോറിന്റെ അറസ്റ്റ് 3 ആദിവാസി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഡൽഹിയിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ ഏക ആദിവാസി മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. ഡൽഹിയിലൊക്കെ 3 സീറ്റ് നമുക്ക് പറയാം. ജാർഖണ്ഡിലെ റിസൾട്ട് മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ രാജ്യത്തെ ആകെയുള്ള ഒരു ആദിവാസി മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. ആ ഹേമന്ത് സോറനെ പിടിച്ച് ജയിലിലിടുകയും ഹേമന്ത് സോറന് അരവിന്ദ് കെജ്രിവാളിന്റെ നീതി പോലും ലഭിച്ചിട്ടില്ലാത്തുള്ള കാര്യം ആലോചിക്കണം. ഇതൊക്കെ പക്ഷേ സാർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തി. എന്ത് പണം കെട്ടി? 55 ലക്ഷം. അദ്ദേഹത്തിന്റെ സഹായിയുടെ ഞാനൊന്നും ക്ലീൻ ചിറ്റ് കൊടുക്കില്ലേ? അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഡിഫറെന്റ് കേസ്. പക്ഷേ ഹേമന്ത് സോറൻ ഇസ് എ ഡിഫറെന്റ് കേസ്. ഞാൻ ഒരു കേസുമില്ല. മന്ത്രിയുടെ ലാൻഡ് ആണ് എന്ന് പറയുകയും ആ മന്ത്രിയുടെ ലാൻഡ് ആണ് എന്ന് ലാൻഡ് മാത്രമല്ല സാർ, അവിടെ മൈൻ
ലോബിയുമായിട്ടുള്ള ഹേമന്ത് സോറന്റെ ഇടപാടുകളൊക്കെ വളരെ വിവിധ. അവിടെ ജാർഖണ്ഡിൽ BJP-ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ seat ഗുജറാത്തിൽ ഉണ്ടായിരുന്നില്ല. ഗുജറാത്തിലെ 26 BJP-ക്ക് ഓക്കെ അവിടെ 3 സീറ്റുകൾ വരെ ഒന്ന് നേരത്തെ കോൺഗ്രസിന് ജയിച്ചതാണ് കേട്ടോ. ലഭിച്ചേക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ ജയിച്ചതാണ്. പ്രതീക്ഷ. അവിടെ ഇല്ല. ഗുജറാത്തിൽ തമിഴ്നാടു സൂററ്റ് നേരത്തെ ജയിച്ചതാണ്. സൂററ്റ് ജയിച്ചു, ഇൻഡോറും ജയിച്ചു മധ്യപ്രദേശ്. സൂററ്റ് നേരത്തെ ജയിച്ചതാണ്. അപ്പൊ 26. സൂററ്റിലെയും ഇൻഡോറിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒതുക്കി. അല്ല, ഗുജറാത്തിൽ എന്തോ ആം ആദ്മി പാർട്ടി ചെന്ന് എന്തോ ചെയ്യുമെന്നൊക്കെ ഇവിടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഗുജറാത്തിൽ അല്ലല്ല സാധ്യത ആം ആദ്മി പാർട്ടിക്ക് 5 MLA മാരുണ്ട് അവിടെ. എന്ത് ചെയ്യാനാ? അതെ. 5 MLA-മാര് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട്. ഗുജറാത്ത് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഗാന്ധിനഗർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ പിന്നെ കൗൺസിലേഴ്സ് ഉള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി അങ്ങനെ വന്നതുകൊണ്ടല്ലേ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടത്. ഓക്കെ, എക്സിറ്റ് പോളിൽ മോദി 3 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോദി 3 എഡിഷൻ വരാൻ. സെക്സ് പ്രകാരം NDA 366, ഇന്ത്യ 146, അതേഴ്സ് 31. അപ്പൊ 400 ബാർ എന്നുള്ളതില്ലെങ്കിലും 350 350 അല്ലേ? 350 അല്ലേ? 350 ആണ്. 350 350 करेक्ट. 380. माय हिंदी इज मेरा हिंदी इज गुड. आपका हिंदी बिल्कुल अच्छा नहीं है. बिल्कुल अच्छा नहीं है. ग्रामर नहीं है आपका हिंदी. ग्रामर कोई नहीं. ग्रामर इंडिया पॉलिटिक्स डजंट नीड a grammar sir. इंडिया पॉलिटिक्स ने ഇപ്പോ ഗ്രാമർ ഇല്ല. ഇറ്റ്സ് ഗോയിങ് സംവെയർ. എനിക്ക് പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യക്കാളും അരുൺ നല്ല ഇംഗ്ലീഷ് നന്നായിട്ട് അല്ലേ? ഇംഗ്ലീഷ് It's very interesting. But Times Now Rajasthan. Times Now Rajasthan. ഗംഭീരാണ്, ഗംഭീരം. 18. 18, ഇന്ത്യ 7.